ശ്രീ ചാണ്ടിയുമ്മൻ, എൻ്റെ പ്രധാനപ്പെട്ട സംശയങ്ങളിൽ ഒന്ന്, ഈ പറഞ്ഞ കളക്ടർ എന്ന് പറയുന്ന ആൾ അവിടുത്തെ ഈ ഹോസ്പിറ്റൽ ഡെവലപ്മെൻറ്റ് സൊസൈറ്റിയുടെ അടക്കമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ്. അപ്പോൾ ഇതിനെതിരെ കളക്ടർ റിപ്പോർട്ട് കൊടുക്കുമോ എന്ന് എനിക്ക് ബലമായ സംശയമുണ്ട്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇന്നൊരു എന്താണ് മിനിറ്റ്സിൻ്റെ റിപ്പോർട്ട് പുറത്തു വന്നു. മന്ത്രി അടക്കമുള്ള ഇരുന്ന മിനിറ്റ്സിൻ്റെ റിപ്പോർട്ടാണ്. അവിടെ ഉദ്ഘാടനം ചെയ്യുന്നതിന് മുമ്പ് എത്രയും പെട്ടെന്ന് അങ്ങോട്ടേക്ക് ആൾക്കാരെ മാറ്റിക്കോ എന്നാണ് ആ റിപ്പോർട്ടിൽ പറയുന്നത്. ആ റിപ്പോർട്ടിൽ പറയും അതിൻ്റെ ഉത്തരവാദിത്തം ആർക്കാണ്? ഉത്തരവാദിത്തം ആ കോളേജ് പ്രിൻസിപ്പലിനാണ്. അപ്പോൾ റെസ്പോൺസിബിലിറ്റി ഫിക്സ് ചെയ്യാനും സൂപ്രണ്ടിൻ്റെ തലയിൽ സൂപ്രണ്ട് ആരാണ്? സൂപ്രണ്ട് പാവം മനുഷ്യൻ. അദ്ദേഹം എന്താണ് ഈ പറയുന്ന രീതിയിൽ വലിയ ചികിത്സാ പാരമ്പര്യമുള്ളൊരു സാത്വികനായ ഇവിടുത്തെ നമ്മുടെ ട്രിവാൻഡ്രത്തെ ഡോക്ടർ ഹാരിസ് ഹസനെ പോലെ ഒരു പരമസാധു മനുഷ്യൻ, സിസ്റ്റത്തിന് അത് വീർപ്പൂട്ടുന്ന മനുഷ്യൻ, അദ്ദേഹം ഗതികേട് കൊണ്ട് ഞാനാണെല്ലാം പറയുന്നത് ഏറ്റെടുത്തു എന്ന് അങ്ങനെ പറഞ്ഞു. എന്നാൽ പിന്നെ അവരുടെ തലയിൽ വെച്ചേക്കാം എന്നാലോചിച്ചാലോ ശ്രീ ചാണ്ടി? അതാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പൊ സൂപ്രണ്ടിനെ ബലിയാടാക്കി രക്ഷപ്പെടാനുള്ള ശ്രമമാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, ആരെ മറിയാക്കി രക്ഷപ്പെടാനും ശ്രമിച്ചാലും ഇത് രക്ഷപ്പെടത്തില്ല. കാരണം കേരളത്തിലെ ജനങ്ങൾ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ദിവസവും 3 ആഴ്ചയായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട് ആ ബാത്റൂം. അവിടെ എത്രയോ പേര് നിന്നിട്ട് പോയ സ്ഥലമാണ്. ഇപ്പൊ വേൾഡ് ക്ലാസ് എന്ന് അവകാശപ്പെടുന്ന ഇടതുപക്ഷത്തിന്റെ ഈ ഹെൽത്ത് മോഡൽ, ആ ഹെൽത്ത് മോഡൽ കാലത്ത് ഇങ്ങനെ ഒരു ബിൽഡിംഗ് തകർന്നു വീണ് ഒരാൾ മരിച്ചിരിക്കുന്നത്. ഞങ്ങളുടെ UDF കാലത്ത് ഒരാൾ പോലും ഇങ്ങനെ മരിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. തീർച്ചയായിട്ടും ഇത് ശ്രീ ജയകുമാർ എന്ന് പറഞ്ഞ നല്ലൊരു ഡോക്ടറിനെ, അദ്ദേഹത്തിന്റെ പേരിൽ രക്ഷപ്പെടാൻ ശ്രമം. 2, ഒരാൾക്കെതിരെ പോലും നടപടി ഉണ്ടായിട്ടില്ല. നിങ്ങൾ ഓർത്തു നോക്കൂ, UP-യിൽ എന്തെങ്കിലും സംഭവിച്ചാൽ പ്രതികരിക്കുന്നവർ, മറ്റൊരു സംസ്ഥാനത്ത് ഉണ്ടായാൽ പ്രതികരിക്കുന്നവർ. ഇപ്പൊ കർണാടകത്തെ UP ഒക്കെ വിട്ടേക്ക്, ഇവിടെ കേരളത്തിലൊരു സംഭവം ഉണ്ടാകുമ്പോൾ ഇടതുപക്ഷത്തിന്റെ ഒരു നിലപാട് എന്താ? ഇവിടുത്തെ പാവപ്പെട്ടവന്റെ ആശ്രയ കേന്ദ്രമായ മെഡിക്കൽ കോളേജിൽ ഇത്ര വലിയ സംഭവം ഉണ്ടായിട്ട് ഒരാൾക്കെതിരെ നടപടിയില്ല. മന്ത്രിയുടെ രാജി പോട്ടെ, അത് മറ്റുള്ള കാര്യങ്ങൾ പോട്ടെ, ഒരു നടപടി എടുക്കുവാൻ സർക്കാർ എന്തുകൊണ്ട് ഭയക്കുന്നു? എന്തിന് അവിടെ ഫിറ്റ്നസ് ഇല്ലാത്ത സ്ഥലത്ത് എന്തുകൊണ്ട് ആളെ താമസിപ്പിച്ചു? 2, എന്തുകൊണ്ട് മെഡിക്കൽ കോളേജിൽ പുതിയ ബിൽഡിംഗ് വന്നിട്ട് അങ്ങോട്ട് ആളെ മാറ്റി പാർപ്പിച്ചില്ല? ഇന്ന് മാറ്റി പാർപ്പിക്കുന്നുണ്ടല്ലോ, സംഭവത്തിന് ശേഷം മാറ്റി പാർപ്പിക്കുന്നുണ്ടല്ലോ. ഞാൻ പുതിയ കെട്ടിടത്തിൽ പോയതാണ്. മെയ് 30 ഒരു തീരുമാനമുണ്ട്, മാറ്റി പാർപ്പിക്കണം. പിന്നെ ആർക്ക് വേണ്ടിയാണ് കാത്തിരുന്നത്? ഉദ്ഘാടനത്തിന് വരെ കാത്തിരിക്കേണ്ട കാര്യം എന്തായിരുന്നു? അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ വളരെ ലാഘവ ബുദ്ധിയോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നു. ക്രിമിനൽ നെഗ്ലിജൻസ് ഉണ്ട്. ഇപ്പൊ നമ്മൾ ഒരു കാര്യം ഓർത്തു വെക്കേ, ഇതൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലാണ് സംഭവിക്കുന്നതെങ്കിൽ അതിന്റെ MD-യും അതിന്റെ ഉദ്യോഗസ്ഥരും ഇന്ന് ജയിലിൽ കിടക്കത്തില്ലേ? നിയമം തുല്യമായി പാലിക്കണ്ടേ? നിയമം എല്ലാവർക്കും ഒന്നല്ലേ? അപ്പോൾ പ്രൈവറ്റിനുള്ള അതേ നിയമം ഗവൺമെന്റിനും ബാധകമല്ലേ? അതുകൊണ്ട് അടിയന്തരമായി ഗവൺമെന്റ് കണ്ണു തുറക്കണം. നിയമം, നീതി പോട്ടെ, UP-ലെ കാര്യമൊക്കെ വിട്, മറ്റു നാട്ടിലെ കാര്യങ്ങൾ വിട്, അല്ലെങ്കിൽ പ്രൈവറ്റ് ഹോസ്പിറ്റൽ കാര്യം വിട്. ഇവിടെ ഭരിക്കുന്നത് നിങ്ങളായിരുന്നെങ്കിൽ, CPM പ്രതിപക്ഷത്തായിരുന്നെങ്കിൽ, നിങ്ങളുടെ ആരോഗ്യമന്ത്രി ഇരിക്കെ അവിടെ ഒരു മെഡിക്കൽ കോളേജിന്റെ ബിൽഡിംഗ് പൊളിഞ്ഞു വീണ് ഒരാൾ മരിച്ചിരുന്നെങ്കിൽ നാട് കത്തില്ലായിരുന്നോ? അത് വെച്ച് നിങ്ങളുടെ സമരങ്ങളൊക്കെ പാവം സമരങ്ങൾ ചാണ്ടി, ചെറുത്. അപ്പൊ പറയും സർക്കാരാണ് ഉത്തരവാദി. കഴിഞ്ഞ ഗവൺമെന്റ് കാലം ഞങ്ങളാരും മറന്നിട്ടില്ല. അവിടെ ഏതെങ്കിലും ഒരു പോലീസുകാരൻ തുമ്മിയാൽ പോലും മുഖ്യമന്ത്രി രാജിവെക്കണം എന്ന് പറഞ്ഞൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ ഇവിടെ വരുമ്പോൾ എന്തൊരു വ്യത്യാസമാണ് നോക്കൂ. ഇന്ന് CPM ആണ് പ്രതിപക്ഷമെങ്കിൽ ഇവിടെ മന്ത്രിക്കോ മുഖ്യമന്ത്രിക്കോ പുറത്തിറങ്ങാൻ പറ്റാത്ത സമരങ്ങൾ. ഞങ്ങൾ പറഞ്ഞ അക്രമ സമരത്തിനൊന്നും ഞങ്ങളില്ല. ഞങ്ങൾക്ക് സമരത്തിനപ്പുറം ഇവിടെ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ആ കുടുംബത്തിന് നീതി കൊടുക്കണം. ആ കുടുംബത്തിന് 25 ലക്ഷമെങ്കിലും മിനിമം കൊടുക്കണം. വേൾഡ് ക്ലാസ് ഹെൽത്ത് എന്നാ പറയുന്നത്. അപ്പൊ വേൾഡ് ക്ലാസ് ലോ അപ്ലൈ ചെയ്യൂ. വേൾഡ് ക്ലാസ് ലോയിൽ എന്താണ്? പുറത്തൊരാൾ ഇങ്ങനെ മരിച്ചാൽ 1 കോടി എന്ന് ഞാൻ പറയുന്നു, 1 കോടി രൂപയെങ്കിലും അവിടെ കൊടുക്കും. ഇവിടെ ഞങ്ങൾ 25 ലക്ഷമേ പറഞ്ഞുള്ളൂ, ഇതുവരെ അനങ്ങിയിട്ടില്ല. ജോലി എന്ന് പറഞ്ഞു, അപ്പോഴും ഏതോ ഒരു നിയമനം കൊടുക്കാമെന്ന് പറയുന്നു. ആ കുടുംബത്തെ ദത്തെടുക്കണമെന്ന് പറഞ്ഞു, അപ്പോഴും അനക്കമില്ല. ആ കുടുംബത്തിന് ചികിത്സാ ചെലവ് വഹിക്കണം. 3,40,000 സൗജന്യ ചികിത്സയാന്ന് ഓർത്ത് നോക്കണം. സൗജന്യ ചികിത്സ കൊടുക്കുന്ന ഹോസ്പിറ്റലില് 3,40,000 ഒരു പാവപ്പെട്ടവന് കൊടുക്കേണ്ട സാഹചര്യം. എന്റെ അടുത്ത് നിരവധി രോഗികൾ വരുന്നു. മെഡിക്കൽ കോളേജിൽ ഞങ്ങൾക്ക് ടെസ്റ്റ് നടത്തണം, ഒന്ന് സഹായിക്കണം എന്ന് പറഞ്ഞ് നിരവധി രോഗികൾ വരുന്നു. എന്തുകൊണ്ടാണ് സർക്കാർ അനങ്ങാതിരിക്കുന്നത്? ഇവിടുത്തെ പാവപ്പെട്ടവർക്ക് വേണ്ടി ഒത്തിരി കോടി രൂപ അങ്ങ് ഒഴുക്കുന്നു എന്ന് പറഞ്ഞല്ലോ. എന്തുകൊണ്ട് അവർക്ക് സൗജന്യ ചികിത്സ കൊടുക്കുന്നില്ല? ഈ കുട്ടിക്ക് തന്നെ സൗജന്യ ചികിത്സ കൊടുക്കുന്നില്ല. ഇന്ന് ഈ മരണം നടക്കുമ്പോഴാണ് പറയുന്നത് സൗജന്യ ചികിത്സ തരുമെന്ന്. ഇപ്പൊ ബാക്കിയുള്ള രോഗികൾ, ആ രോഗികളുടെ സാഹചര്യം എന്താ? അപ്പോൾ ഇവിടുത്തെ പാവപ്പെട്ടവർ വേണ്ടി നിങ്ങൾ ഉണരണം. പാവപ്പെട്ടവർക്ക് വേണ്ടി നിങ്ങൾ ഭരിക്കണം. പാവപ്പെട്ടവർക്കാണ് ഈ ചികിത്സ കൊടുക്കേണ്ടത്. അത് കൊടുക്കുവാൻ തയ്യാറല്ല. ശരി,